എവിടേക്ക് വിഷ്ണു എടുക്കാൻ എടുക്കണം. റോബിൻ ചേട്ടന്റെ ബോഡി കാർഡാവോ നിങ്ങളല്ലേ? റോബിനെ പ്രത്യേകം ബോഡി കാർഡിനെ വെച്ചേക്കുക. ഇവിടെ ഉണ്ടാവുന്ന ചേട്ടൻ നിഷയുടെ മോളിൽ എടുക്കാൻ പോകുമ്പോഴേ എന്റെ പേര് പറഞ്ഞ് അങ്ങനത്തെ അവസ്ഥകളും ചേട്ടനുണ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. വയലന്റ് മൂവി അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആക്ഷനും ഇതുപോലെ വയലൻസ് ഒക്കെ ഇഷ്ടമുള്ളതാണ്. എക്സാക്ട്ലി ഇതിനി ഇനി താണ്ടിയാണ് ഇനി അടുത്ത വയലൻസ് വരാൻ പറ്റും. നടക്കുന്ന കാര്യങ്ങളൊക്കെ ന്യൂസ് സ്റ്റാറിൽ 2 ദിവസമായി ചർച്ച ആവുന്നത് ഇപ്പോൾ ബോച്ചയുടെ ഇഷ്യൂ ആണ്. അതിലെന്താണ് നിലപാട്? ഓൾറെഡി പറഞ്ഞല്ലോ, എന്ന് വെച്ചാൽ ഈ ഫേക്ക് ഐഡി ക്രിയേറ്റ് ചെയ്ത ആർക്കും എന്തും പറയാനുള്ള ഒരു കാര്യമൊന്നും ഇവിടെ ഇല്ല. അതിന് ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരണം. ഒബ്വിയസ്ലി തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിപ്പം ചെറുപ്പം ഇല്ലാതെ എന്ത് ചെയ്യണം, ശിക്ഷയ്ക്ക് എടുക്കണം. സൈബർ ലോകത്ത് ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരണം, അതെന്തായാലും വേണം. ബോച്ചയെ എതിർക്കുന്നതോടൊപ്പം ഹണി റോസിന്റെ വസ്ത്രധാരണ രീതി വളരെ മോശമാണെന്ന രീതിയിൽ പറയുന്നത്. ഉദ്ഘാടനത്തിന് വേണ്ടി അങ്ങനെ രീതിയിൽ റിപ്പീറ്റ് ആയിട്ട് ഉദ്ഘാടനം നമുക്ക് ബ്രോന് ഇഷ്ടമുള്ള വസ്ത്രമല്ലേ ബ്രോ ഇട്ടേക്കുന്നത് ആണല്ലോ അല്ലേ? ബ്രോന് ഇഷ്ടമുള്ള വസ്ത്രമല്ലേ ഇട്ടേക്കുന്നത്? അതിപ്പം അതിലൊരു തെറ്റില്ല. ഓരോരുത്തർക്ക് അവരവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, മനസ്സിലായില്ലേ? പിന്നെ അവരെ ഉദ്ഘാടനത്തിനല്ലേ വിളിക്കുന്നത്, മനസ്സിലായില്ലേ? പ്രൊമോഷനാണ് വിളിക്കുന്നത്. അതിലൊന്നും എനിക്കൊരു തെറ്റായിട്ട് തോന്നുന്നില്ല. അത് നമ്മൾ കാണുന്ന കാഴ്ചപ്പാടനുസരിച്ചിരിക്കും. എനിക്ക് കാണുമ്പോൾ ബുദ്ധിമുട്ടോ തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. അത് ഒരാളുടെ ഇഷ്ടമാണ് അയാൾ എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത്. അത് തെറ്റായിട്ടുള്ള രീതിയിൽ കാഴ്ചപ്പാടി കാണുന്ന ആൾക്കാർക്ക് അത് തെറ്റായിരിക്കും. അവരെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. കേരളത്തിലായതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് വിചാരിക്കുന്നുണ്ടോ? അത് കേരളത്തിൽ ഉണ്ട്. എനിക്ക് കേരളത്തിലെ കാര്യമേ അറിയത്തുള്ളൂ, മറ്റുള്ള സ്ഥലങ്ങളെ അറിയത്തില്ല. കേരളത്തിൽ അതുണ്ട്. പക്ഷേ അത് ഒരാൾ എന്ത് വസ്ത്രം ധരിക്കുന്നു എന്നുള്ളത് അയാളുടെ ഇഷ്ടമാണ്. അത് കാണുന്ന ആളുടെ വ്യക്തിയുടെ കാഴ്ചപ്പാടനുസരിച്ചിരിക്കും അത് ജഡ്ജ് ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. ഹണി റോസിനെ ഇതില് രാഹുൽ ഈശ്വറും പിന്നെ അതുപോലെ തന്നെ ഫെറ ഷിബില എന്ന് പറഞ്ഞൊരു നടി ഉന്നയിക്കുന്നത് പറഞ്ഞാൽ കേരളത്തിലെ ലൈംഗിക ദാരിദ്ര്യം എടുത്തുകൊണ്ടാണ് ജീവിക്കുന്നത്, യൂസ് ചെയ്തത്. അങ്ങനെയുള്ള അതുകൊണ്ടാണ് ഉദ്ഘാടനങ്ങൾ റിപ്പീറ്റായിട്ട് കിട്ടുന്നത് എൻ്റെ ഒരു വിമർശനം വന്നിട്ടുണ്ട്. അതിനോട് എന്താണ് പറയാനുള്ളത്? രാഹുൽ ഈശ്വറിൻ്റെ അടുത്തല്ലേ ചോദിക്കുന്നത്? എനിക്കതിനെപ്പറ്റി വലിയ അഭിപ്രായമില്ല. അല്ല, അങ്ങനെയാണോ കേരളത്തിൽ അങ്ങനെ യൂസ് ചെയ്യുന്നു വിചാരിക്കുന്നുണ്ടോ ബ്രോ? അങ്ങനെ കാഴ്ചപ്പാടിൽ ഒരാളുടെ ഉദ്ഘാടനം വിളിക്കുന്നതിന് പ്രൊമോഷൻ പോക്കിന് അയാളെ കാണാനും അത് ഭംഗിയായിരിക്കാം, ഒരാളുടെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം, പേഴ്സണാലിറ്റി ആയിരിക്കാം, എന്തുവാണ് അവരുടെ റീച്ച് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് ഒരാളുടെ ഇനോഗ്രേഷൻ വിളിക്കുന്നത്. അപ്പോൾ ഇനോഗ്രേഷൻ വിളിക്കുന്ന ആൾ അവരുടെ ഇതെല്ലാം കണ്ടു വിളിക്കുന്നു. അത് കാണാൻ വേണ്ടി ആൾക്കാർ വരുന്നു. ആ കാണുന്ന ആൾക്കാരുടെ കാഴ്ചപ്പാടനുസരിച്ചിരിക്കും. നല്ല രീതിയിൽ നമ്മൾ എന്ത് സൗന്ദര്യം ഉണ്ടെങ്കിലും അത് ആസ്വദിക്കുക. നമ്മുടെ മൈൻഡിൽ എല്ലാത്തിനും ഒരു റെസ്ട്രിക്ഷൻ വയ്ക്കുക, മനസ്സിലല്ലേ? ഒരു ബൗണ്ടറി വെക്കുക. ഇതിനപ്പുറത്തേക്ക് കടക്കാനായിട്ട് ഒരാളുടെ പേഴ്സണൽ സ്പേസിലോ ഒരാളുടെ ഒരു കാര്യത്തിലും നമുക്ക് കടക്കാനുള്ള ഒരു അധികാരം നമുക്ക് ഒരു മനുഷ്യർക്കും ഇല്ല. അത് ആ ലിമിറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? അതിനാണല്ലോ നമ്മളെല്ലാം ഒരു സോഷ്യൽ ബീയിങ് എന്നുള്ള രീതിയിൽ പറയുന്നത്, അത്രേ ഉള്ളൂ. ഈ ബോബി ചെമ്മണ്ണൂരിന്റെ നാക്കിന്റെ നീളം കുറച്ച് കൂടുതലാണ്. പ്രയോഗം ചില സ്ഥലത്തൊക്കെ തെറ്റായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം പുള്ളിക്കാരൻ അനാവശ്യമായിട്ട് പല രീതിയിലും സംസാരിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ആലോചിച്ച് ഈ മനുഷ്യന് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, നല്ല ക്വാളിറ്റീസ് ഉണ്ട്. എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത്, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്തിനാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പുള്ളിക്കാരൻ അത് കൺട്രോൾ ചെയ്യില്ലെന്ന് എനിക്കറിയത്തില്ല. കാരണം എൻ്റെ ആരും അല്ല പുള്ളിക്കാരൻ ചെയ്താൽ പുള്ളിക്കാരൻ നല്ലത്, അത്രേ ഉള്ളൂ. ഇപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നത് രാവണ യുദ്ധമാണ്. 2020 മറ്റേ ജാസ്മിൻ്റെ അടുത്ത് മറ്റേ കാര്യം ചോദിച്ചത്, കല്യാണത്തിന് പോയപ്പോഴത്തേക്ക് ജ്യൂസിൽ അല്ല, എന്താണ് മൂവിനെ കുറിച്ചുള്ള അപ്ഡേഷൻ എന്താണ്? അത് ലേറ്റർ ഓൺ ചെയ്യാം. 26 ഞാൻ ഒന്നും പറയാം. ഈ ബോച്ചേച്ചേന്റെ അടുത്ത് ഒരു ആങ്കർ കൊടുത്തൊരു ചോദ്യത്തിനാണ് മറുപടി പറഞ്ഞത്, അല്ലാണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായത്തിൽ പറഞ്ഞതല്ല അണിച്ചേച്ചിനെ കുറിച്ച്. ആങ്കർ കൊടുത്തിട്ട് അവര് ഒരാൾ എന്ത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയുന്നത് നമ്മളാ. നമുക്ക് തീരുമാനിക്കാം എന്ത് ഉത്തരം പറയാം. ചോദിക്കുന്ന അവരുടെ മാന്യത, ഉത്തരം പറയുന്നത് നമ്മുടെ മാന്യത. അല്ലല്ല ഫോട്ടോ കൈമാറ്റണം. ഓക്കെ ഓക്കെ കിട്ടണ്ട ഫോട്ടോ 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 ഓക്കെ. എനിക്ക് മെസ്സേജ് ഞാൻ കാണാൻ
ഈ നമ്പർ 95 അല്ലല്ല എൻ്റെ PR ആ ആ ആരതി ചേച്ചി പടം നമ്മുടെ മെയിൻ ചാനലുണ്ട് മാപ്സിക് മീഡിയ അത് ഏകദേശം വൈറലാണ് അപ്പൊ താല്പര്യം അതിലും വലിയ വൈറലാണ് ഇദ്ദേഹം ചാനലിലെ നമ്മൾ ആങ്കർ ചെയ്യുന്ന സംഭവം പ്ലാൻ ചെയ്യുന്നുണ്ട് ആരതി ചേച്ചി പടം കണ്ടില്ലേ? മാർക്ക് കണ്ടിട്ടില്ല? എല്ലാവരും സ്നേഹമായിട്ട് പെരുമാറുന്ന മനസ്സാണോ ഒരു ദൈവാനുഗ്രഹമാണ് കേട്ടോ. കാരണം അങ്ങനെ പോകണം ചേട്ടാ, ഞങ്ങൾക്ക് അതാണ് ഞങ്ങളെ ഇഷ്ടം കേട്ടാ. ശരി, കല്യാണത്തിൽ എന്തായാലും ക്ഷണിക്കുക. ആ കഴിച്ചു, കല്യാണത്തിന് എന്തായാലും എത്തും. ഒരു ക്വസ്റ്റ്യൻ, ഇപ്പൊ മാർച്ചിൽ ബിഗ് ബോസ് സീസൺ 7 സ്റ്റാർട്ട് ചെയ്യാണ്. വരാൻ പോകുന്നവരോട് എന്താണ് പറയാനുള്ളത്? ഇപ്പോ മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് മാർച്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുക എല്ലാ സീസണും. അതുകൊണ്ടാണ് ഞാനെന്തിനാ പറയുന്നത്, വരുന്നവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ. എന്ത് സ്പെഷ്യലി എന്ത് പറയാനാ. കല്യാണം എവിടെ വെച്ചാ? കല്യാണം നെക്സ്റ്റ് മന്ത് എവിടെ വെച്ചായിരിക്കും? അതിന് അവർക്ക് പറയാം. എറണാകുളം തന്നെ ആയിരിക്കും അല്ലേ? എന്റെ വീഡിയോ സായിബ്രോയുടെ യൂട്യൂബ് ചാനലാണ് കണ്ടത്. അനസ് പൊളിയാണ്, അടിപൊളിയാണ് അനസ്. ഞങ്ങളൊക്കെ വൈറലാക്കിയ അനസാണ് ഈ സൗണ്ട് താങ്ക് യു കേട്ടോ. അനസ് വൈറലായി അങ്ങനെ.